ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് അവിടുന്ന് ഏത് സിനിമ അനൗൺസ് ചെയ്താലും റിലീസായാലും ഞാൻ ഒട്ടും എക്സൈറ്റ്മെൻ്റ് ആവാറില്ല. അതിന് മെയിൻ കാരണം അവിടുത്തെ ആക്ടേഴ്സ് കൂടുതലും ഇപ്പോൾ ചെയ്യുന്നത് റീമേക്ക് മൂവീസാണ്. മറ്റ് ഭാഷാ സിനിമകളും വിദേശ സിനിമകളാണ് അവിടുത്തെ ആക്ടേഴ്സ് കൂടുതലും ചെയ്യാറുള്ളത്. സ്വന്തമായിട്ട് കണ്ടന്റ് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയും കൂടെയാണ് ഇപ്പോൾ ബോളിവുഡ്. ഷാരൂഖ് ഖാൻ്റെ പടങ്ങൾ മാത്രമുള്ള കുറച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ നല്ല കളക്ഷൻ കിട്ടുന്നത്. പിന്നെ റെയറായിട്ട് ഹിറ്റാവുന്ന അത്യാവശ്യം നല്ല പടങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള പടങ്ങളാണ് ഇപ്പോൾ ബോളിവുഡ് സംഭവിക്കാറുള്ളത് കൂടുതലും. അങ്ങനെ കിടക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഇപ്പോൾ രാമായണം സിനിമയുടെ ടീസർ പുറത്തു വന്നേക്കുന്നത്. എന്നെ ഏറ്റവും വലിയായിട്ട് എക്സൈറ്റ്മെൻ്റ് ആക്കിയത് ഈ സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഹാൻസ് സിമർ, എ റഹ്മാനാണ് സിനിമയുടെ മ്യൂസിക് ചെയ്തേക്കുന്നത്. ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോഴേ ഈ സിനിമയുടെ മ്യൂസിക് ഇവരാ ചെയ്യുന്നതെന്ന് അറിഞ്ഞതാണ്. പക്ഷേ ടീസറിൽ അവരുടെ പേര് എഴുതി കാണിച്ചപ്പോൾ കിട്ടിയ ഫീൽ വേറെ തന്നെയായിരുന്നു. ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു ഹാൻസ് സിമറിനെ പോലെ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ചെയ്യുമെന്ന്, അതും എ റഹ്മാൻ്റെ കൂടെ ചേർന്ന്. രാമായണ സിനിമ അനൗൺസ് ചെയ്ത് അന്ന് തൊട്ട് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമായിരുന്നു, ഇത് അടുത്തൊരു ആദിപുരുഷമായിട്ട് മാറുമെന്ന്. അതിനെല്ലാം ഒരു മറുപടിയായിട്ടാണ് ഈ ടീസർ അവർ പുറത്തു വിട്ടേക്കുന്നത്. ടീസറിൻ്റെ ക്വാളിറ്റി കാണുമ്പോഴേ അറിയാം സിനിമ ഏത് ലെവലായിരിക്കുമെന്ന്. ടീസർ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ സിനിമ ടെക്നിക്കലി ഈ സിനിമ ടോപ്പ് നോച്ചായിട്ടായിരിക്കും അവർ എടുത്തു വെച്ചിരിക്കുന്നത്. സിനിമയുടെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് തന്നെ ഹാൻസ് സിമർ, എ റഹ്മാൻ്റെ മ്യൂസിക്കാണ്. ഇപ്പോൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആവുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. സിനിമയുടെ സ്ക്രിപ്റ്റ് എല്ലാം നോർമലായിരിക്കും, ടിപ്പിക്കൽ സ്റ്റോറി തന്നെ ആയിരിക്കും. മേക്കിംഗ് കൊണ്ടും മ്യൂസിക്കും കൊണ്ടായിരിക്കും ആ സിനിമ വേറെ ലെവലിലോട്ട് പോകുന്നത്. ആ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെയും. ഓൾറെഡി രാമായണത്തിൻ്റെ സ്റ്റോറി എല്ലാവർക്കും അറിയാം, പക്ഷേ മ്യൂസിക്കും ആയിരിക്കും ഈ സിനിമനെ വേറെ ലെവലിലോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ നിതേഷ് തിവാരിയുടെ മേക്കിംഗ് കൂടെ ഉണ്ടെങ്കിൽ ഈ സിനിമ വേറെ ലെവലായിരിക്കും. നിതേഷ് തിവാരിയുടെ മുമ്പത്തെ സിനിമകളാണ് ഡങ്കൽ, ചിച്ചോരെ, ഇതൊക്കെയാണ് ഏറ്റവും മാസ്റ്റർ പീസ് ഐറ്റങ്ങൾ. ഈ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ മാത്രമേ പുള്ളി എത്രമാത്രം എക്സ്ട്രാ ഓർഡിനറി ഡയറക്ടറാണെന്ന് നമുക്ക് മനസ്സിലാവൂ. സിനിമയുടെ കാസ്റ്റിൻ്റെ സൈഡിൽ നോക്കിയാലും പെർഫെക്റ്റ് ആണ്. ബോളിവുഡിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആക്ടറാണ് രൺബീർ കപൂർ. രൺബീർ കപൂറാണ് ഇപ്പം രാമനായിട്ട് അഭിനയിക്കുന്നത് ഈ സിനിമയിൽ. പിന്നെ സീതയായിട്ട് സായി പല്ലവിയും, രാവണനായിട്ട് യാഷും. ടീസറിനകത്ത് യാഷിനെയും രൺബീറിനെ മാത്രമേ എടുത്ത് കാണിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ടീസ് ചെയ്ത് പോയിട്ടുള്ളൂ ടീസറിനകത്ത്. പിന്നെ ആദിപുരുഷ സിനിമേനെ പോലെ ഒരുപാട് റിലീജിയസ് ആയിട്ട് എടുക്കാതെ ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ടുവന്ന് അങ്ങനെ സിനിമയെ മാർക്കറ്റ് ചെയ്യാതെ തികച്ചും സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം എടുക്കുകയാണെങ്കിൽ ഈ സിനിമ ഗ്ലോബലി തന്നെ ഈ സിനിമ ഹിറ്റാവാൻ സാധ്യതയുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹാൻസ് സിമറിൻ്റെ മ്യൂസിക്, പിന്നെ സിനിമ എടുത്തു വെച്ചേക്കുന്ന രീതി. ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നാൽ ഇന്ത്യൻ സിനിമ കാണാൻ പോകണം അത്ര വലിയൊരു വിജയം തന്നെയായിരിക്കും ഈ സിനിമ.